ഖത്തറത്തിന് കഴിഞ്ഞു കിട്ടോ ഇതോടെ. ഖത്തറ കാണില്ല അങ്ങോട്ടേക്ക്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ എതിർവശത്ത് നിന്ന് ഒരു കുതിര സംഘം നമ്മളെ കവർ ചെയ്തു കേട്ടോ. ബോട്ടിന്റെ കോളം നോക്ക്. കിത്തന ഖുഷി സെ മത്ലബ് ഇവരുടെ ജോലി എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ 2-3 നല്ല സുന്ദര മുയലുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ അവരെ അടുത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ബൈസണും വാലിയിലേക്കുള്ള യാത്രികരാണ് കേട്ടോ. ലേലോ എന്ന് ഒരാളെ വിളിച്ച് പറയുന്നേ. ഇത് ആരാപ്പാന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മുമ്പ് നമ്മുടെ ബോട്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു അരുവിയായിരുന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നല്ലൊരു അരുവി കണ്ടപ്പോൾ നമ്മളെ ബോട്ട് ഫുള്ള് വൃത്തിയാക്കാൻ തീരുമാനിച്ചു കേട്ടോ. കുത്തുള്ള കയറ്റാട്ടാ. ബുദ്ധിമുട്ടാണ് പണിപൊളി. ഹലോ ഗൈസ്, കാശ്മീരിലേക്കുള്ള സോളോ ട്രിപ്പിന്റെ 35ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് അറിയപ്പെടുന്ന ബൈസൺ വാലിക്കുള്ള മിനി ട്രെക്കിങ്ങിന്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളും പിന്നെ നടന്ന് ഒരു പകുതി കിലോമീറ്റർ, അതായത് പേൽഗാമിൽ നിന്ന് മിനി സ്വിറ്റ്സർലാൻഡിലേക്ക്, അതായത് ബൈസൺ വാലിയിലേക്ക് ടോട്ടൽ 6 കിലോമീറ്റർ ഉള്ളത്, അതിൽ നമ്മൾ ഏകദേശം പകുതിയുടെ മേലെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ചുറ്റുപാട് നോക്കിയേ. ഖത്തറത്തിന് കഴിഞ്ഞു കിട്ടോ ഇതോടെ. ഖത്തറ കാണില്ല അങ്ങോട്ടേക്ക്. റൂട്ടിന് താട്ടിങ്ങനെ ഇറങ്ങാൻ നമ്മള് വേണ്ട നോക്കാം. അയ്യോ, ശരാ വേലിപ്പടർപ്പുകൾ. അവിടെ വഴി ഉണ്ട്, നോക്കാം. ഇത് രസാടാ. അപ്പം നമുക്കിനി ടാർഗറ്റ് ക്രോസ് ചെയ്യണം. അവിടെ അടാ ഏതൊക്കെയോ നമ്മൾ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഓൾറെഡി. അപ്പം നമുക്കും നമ്മളെപ്പോലത്തെ കുറേ ടീംസ് ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ വേലിപ്പടർപ്പുകൾക്കുള്ളിലൂടെ നമ്മുടെ കടന്നു പോകാം. ഷോട്ട് വെച്ചറിയാ ഇല്ല, രക്ഷപ്പെട്ടെ. ബച്ചിക്കുക എടാ മേലെ നോക്കി പിന്നെ അല്ലേ കണ്ടോ. എടാ മേലെ നോക്കി കുറച്ച് നല്ലതായിരുന്നു. റൂമിൽ പോയിട്ട് ബൂട്ടൊക്കെ ഒന്ന് വൃത്തിയാക്കണം വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോകുമ്പോൾ വണ്ടി കിട്ടില്ല. നാശമായിരിക്കും. അത് വിഷയമല്ല. ഇതൊക്കെ എന്താടാ നമുക്കില്ലേ മേലെ റൂട്ടിന് പിടിക്കാണ്ട ബെറ്റർ. താഴെ വണ്ടി സ്റ്റോക്കാണ്. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇരുന്ന് മഴ പെയ്ത് എന്ത് ചെയ്യുന്നൊരു പിടുത്തമില്ല. 3 കിലോമീറ്റർ നടക്കാണ്ടിനി. നടക്കുന്നുണ്ടല്ലോ, മഴയാണ് പ്രശ്നം, പേടിയാണ്. കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. വെയിറ്റ് ചെയ്യാം, അതൊന്ന് സ്പീഡ് നടക്കാം. അവിടെ ഒത്തിരി മഴയിൽ വെയിറ്റ് ചെയ്യാൻ കുഴപ്പമില്ലായിരുന്നു. ഹായ്. അങ്ങനെ നടന്ന് പോകുമ്പോഴാണ് നമ്മുടെ എതിർവശത്ത് നിന്ന് ഒരു കുതിര സംഘം നമ്മളെ കവർ ചെയ്തു കേട്ടോ. ഇവരൊക്കെ ആ ബൈസൺ വാലി ഫുൾ കറങ്ങിയിട്ട് തിരിച്ചു വരുന്ന കൂട്ടരാണ് കേട്ടോ. വാഴാതെ വാഴை വാഴവേ വാഴാതെ മേലെ പോകിറേ
നടത്തത്തിന്റെ ആദ്യമൊന്നും തീരെ ചളിയും കാര്യങ്ങളും ഇല്ലായിരുന്നു. പിന്നെ നല്ലോണം കൂടി പിന്നെ കുറഞ്ഞു വന്ന്. എന്നിരുന്നാലും ചളിക്കൊട്ടും കുറവില്ല കേട്ടോ. സത്യത്തില് ഇന്നലെ പെയ്ത ആ മഴയാണ് കേട്ടോ നമ്മളെ ചതിച്ചത്. അത് പെയ്തില്ലായിരുന്നെങ്കിൽ ഈ വഴിയൊക്കെ നമുക്ക് ചളി കൂടാതെ സുഖമായിട്ട് നടന്നു പോയിരുന്നു. നോക്ക്. അങ്ങനെ നടന്ന് നമ്മൾ ഏകദേശം 4 കിലോമീറ്ററിന് മേലെ താണ്ടിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഇത്രയും ദൂരം നടന്നപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോലും ഇരുന്നിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഇരിക്കാന്ന് വിചാരിച്ചെന്താ വഴി നീള കച്ചറയും. അങ്ങനെ നടന്ന് ദൂരെ നോക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് അടുക്കും തോറും അവിടെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് പോലൊരു തോന്നൽ കേട്ടോ. അങ്ങനെ അവിടെ നോക്കുമ്പോൾ കുറെ മോലും കാര്യങ്ങളൊക്കെ. ഇവരുടെ ജോലി എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ 2-3 നല്ല സുന്ദരം മുയലുണ്ട് കേട്ടോ. അതായത് പെഹൽഗാം നിന്ന് ബൈസറം വാലിലേക്ക് യാത്രാ മധ്യേ കുറെ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അവരുടെ കയ്യിൽ ഈ മുയലിനെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക. ഫിക്സ്ഡ് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ ഫോട്ടോ എടുത്ത് നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 50, 100, 200 എന്തെങ്കിലും കൊടുത്തിട്ട് പോവുക എന്നതാണ് കേട്ടോ. അതാണ്ട പെഹൽഗാം ടൗൺ അല്ല ഏരിയ. അങ്ങനെ എന്നോട് ചോദിച്ച് ഫോട്ടോ എടുക്കണമെന്ന്. നമ്മൾ ഇത്രയും ദൂരം നടന്നതല്ലേ, എന്തായാലും നമ്മൾ തിരിച്ചിവിടെ വരാനും കാര്യങ്ങളൊന്നും പോകുന്നില്ല. അങ്ങനെ ഞാനും 2-3 ഫോട്ടോ എടുത്തു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ റിട്ടേൺ പോയി. അങ്ങനെ നമ്മൾ നടന്നിടന്ന് മുമ്പോട്ടേക്ക് പോകുമ്പോൾ കുറേ ദൂരെ നിന്ന് കുറെ കുതിരയുടെ സൗണ്ട് കേട്ടോ. അങ്ങനെ ദൂരേക്ക് നോക്കുമ്പോൾ അതാ കുറേ കുതിര സഞ്ചാരികൾ ഇങ്ങനെ കയറ്റം കേറി പോവാണ്. അങ്ങനെ നടന്ന് നമ്മൾ അവരെ അടുത്തേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ബൈസൺ വാലിയിലേക്കുള്ള യാത്രികരാണ് കേട്ടോ. ഇവരൊക്കെ എന്താണ് ഈ വഴിക്ക് വരുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് നമ്മൾ വന്ന വഴി വലിയ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും, അതായത് കുതിരയുടെ മേലെ കയറി പോവാണല്ലോ. അപ്പോൾ കുറെ കയറ്റോ ഇറക്കോ അങ്ങനെ കുറെ ഉണ്ടെങ്കിലേ ഈ വരുന്ന വിനോദസഞ്ചാരികൾക്ക് അത് കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഇവർ വേറെ വഴി കൂടിയാണ് ബൈസൺ വാലിയിലേക്ക് പോവുക. അങ്ങനെ മേലെ കൂടി ചളിയൊന്നും പറ്റാതെ ഇങ്ങനെ മെല്ലെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കഥയിലെ വില്ലന്റെ വരവ്. ആരാ? മഴ. വലിയ കനത്തിലൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ട് പെയ്തു തുടങ്ങി കേട്ടോ. എടാ മഴ പെയ്തടാ, പെടില്ലോ. എവിടെയെങ്കിലൊക്കെ മരത്തിൻ്റെ പോയിരിക്കുക. അങ്ങനെ നമ്മുടെ യാത്ര മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ ആ മുയലിന്റെ പോയിന്റ് കഴിഞ്ഞ ശേഷം ഇതാ രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രാവിനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചെറിയൊരു വെള്ളം പറ്റിയൊരു അരുവി കണ്ടത്. അങ്ങനെയൊക്കെ നമ്മുടെ ബോട്ടിലെ ചളിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് കഴുകിക്കളയാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ബൂട്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നിന്ന് ലേലോ ബൈ ലേലോ എന്ന് ഒരാളെ വിളിച്ച് പറയുന്നേ. ഇത് ആരാപ്പാന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരാൾ കേട്ടോ. അയാൾ കുതിരക്കാരൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട് ഞാനും അയാളെ പിന്നാലെ കൂടി. അത് എന്താന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് റെയിൻ കോട്ടാണ് കേട്ടോ. ഇയാൾ പറയാൻ എന്താന്ന് വെച്ചാൽ ഇത് 2 എണ്ണത്തിന് 400 രൂപയാണ്, ഒരെണ്ണത്തിന് 250 രൂപ. അപ്പോൾ 2 എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 400 തന്നാൽ മതി. ഇപ്പം നിങ്ങൾ എടുത്തില്ലെങ്കിൽ മേലെ പോയ മഴ കൊള്ളും, മേലെ ഒന്നിന് 300 രൂപയാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം ഗത്യന്തരം ഇല്ലാണ്ട് ആ കുതിരയുടെ മേലിരിക്കുന്ന സഞ്ചാരി പറഞ്ഞ താന്ന് പറഞ്ഞിട്ടുണ്ട്.
മഴ കഴിഞ്ഞു. അതുകൊണ്ട് ഒരു കോട്ട് വാങ്ങിട്ടോ. കോട്ടിന് ആദ്യം 400 പറഞ്ഞു. ഒരു കോട്ടിന് 2 കോട്ട് 400, അത് ഒരു കോട്ട് 200 വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഒരു കോട്ട് 200 നടക്കൂലാന്ന്. അങ്ങനെ കുറേ സംസാരിച്ച് 150 ആക്കി. അങ്ങനെ പിന്നെ സംസാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണുള്ളത്, ഒരു 100 കിട്ടുമെന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചാ. അപ്പം ചെങ്ങ പറഞ്ഞാൽ 100 എടുത്തോ. അങ്ങനെ 100 കിട്ടിയിട്ടുണ്ട് കോട്ട്. ഇത് 100 ഉള്ള മഴ വരുന്നു കേട്ടോ നല്ല രീതിക്ക്. പക്ഷെ എനിക്ക് പേടിക്കാനില്ല, റെയിൻകോട്ട് ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ പിന്നെയും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പ് നമ്മുടെ ബോട്ട് കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു അരുവിയായിരുന്നു. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ നല്ലൊരു അരുവി കണ്ടപ്പോൾ നമ്മളെ ബോട്ട് ഫുള്ള് വൃത്തിയാക്കാൻ തീരുമാനിച്ചു കേട്ടോ. കംപ്ലീറ്റ് ആയിട്ടില്ല, പുറമേ കുറേ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫുള്ള് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മള് അത് കഴിഞ്ഞു കേട്ടോ. കോടമഞ്ഞ് ഓഹോ, താഴ്വരയിൽ ഓഹോ, കടമ്പ് പൂക്കുമ്പോ ഗില്ലില്ലേ മഞ്ഞണിഞ്ഞ് ഓഹോ, പൊട്ടെടുത്ത് ഓഹോ, കടമ്പ് പൂക്കുമ്പോ ഗില്ലില്ലായ് പ്രണയനില. കുത്തുള്ള കയറ്റാട്ടാ. മഴ നാളും പെയ്യുമ്പോൾ നമുക്ക് കൂട്ടിടാം. അവരെ കൈ തന്നോട്ടെ. കൂട്ടിട്ട് ഭാഗ്യമുണ്ട് എന്നല്ല പറഞ്ഞാലും. അമ്മേ എൻ്റെ മോനെ കുറച്ച് ഇരിക്കട്ടെ. അമ്മേ ഏകദേശം നമ്മൾ എത്തി കേട്ടോ. ഇപ്പൊ ഇവിടെ ഒടുക്കത്തെ മഴ. ഞാൻ പറഞ്ഞല്ലോ, സോനാമാർഗിൻ്റെയോ ഗുൽമാർഗിൻ്റെയോ നേരെ ഓപ്പോസിറ്റാണ് പെഹൽഗാം. കാരണം പെഹൽഗാമില് ഇപ്പൊ മഴ സീസണാ, ശ്രീനഗറിൽ ചെറുതായി മഴ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം നടന്നതിൽ വെച്ചിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ ഏരിയയിൽ ഭയങ്കര കോംപ്ലിക്കേറ്റ് ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ സ്ഥലത്തും മഴ നല്ലോണം പെയ്തിട്ട് മണ്ണ് കുതിർന്നിട്ട് നല്ല സ്ലിപ്പറിയാണ്. നല്ല വഴുക്കൽ എന്ന് വെച്ചാൽ നല്ല വഴുക്കൽ കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടാണ് പണിപാളി. അങ്ങനെ നമ്മളൊരു വീഴ്ച വീണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ വീഴ്ച വീണതോടുകൂടി മനസ്സിലായി ഇനി വീഡിയോ എടുക്കല് പോസിബിൾ അല്ല. അങ്ങനെ നമ്മളെ ഫോണും ഗോപ്രയും എല്ലാം നമ്മളെ ബാഗിനുള്ളിൽ വെച്ച ശേഷം നമ്മൾ വെച്ചടി മെല്ലെ നടന്നു കേട്ടോ. എൻ്റെ മക്കളെ ഷൂനെ കൊല്ലം നോക്കി. താഴേന്ന് വരുന്ന സമയത്ത് ഒരുത്തൻ എന്നോട് പറഞ്ഞിട്ടില്ല മേലെ പോയിട്ട് മേലോട്ട് പോവാണെങ്കിൽ ഷൂ വേണം. കുതിരയ്ക്ക് 2000 രൂപയാണ് പെർ ഹെഡ്. അത്ര നമ്മുടെ കയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നടന്നു വന്നു 6 കിലോമീറ്റർ നമ്മുടെ കളി. അങ്ങനെ ഒടുവിൽ നമ്മൾ ബൈസറം വാലിൽ എത്തി കേട്ടോ. അപ്പോൾ ബൈസറം വാലിയുടെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണുന്നവരേക്കും ടാറ്റാ.